അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിലെ 24-ാമത്തെ ദിനത്തിലാണ് ഇന്ന് നമ്മൾ ഉള്ളത്. റമദാൻ എത്ര വേഗമാണ് നമ്മളിൽ നിന്ന് തീർന്നു പോയിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ ഹദീസെങ്കിലും നമ്മൾ ഈ റമദാനിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലുമായി ബന്ധപ്പെട്ട് മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള ഒരു വിഷയം നമ്മളെ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല മൻ ഹഫിള അശ്റ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫി ഉസിമ മിനദ് ദജ്ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് മൻ ഹഫിള അശ്റ ആയാത്തിൻ, ആരെങ്കിലും 10 ആയത്തുകൾ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫി, ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ആരെങ്കിലും മനഃപ്പാടമാക്കിയാൽ ഹുസിമ മിനദ് ദജ്ജാൽ, ഉസിമ മിനദ് ദജ്ജാൽ, അവന് ദജ്ജാലിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അന്ത്യദിനത്തിൻ്റെ അടയാളമായി പലതരത്തിലുള്ള ഫിത്നകളും പരീക്ഷണങ്ങളും ഈ ഉമ്മത്തിലേക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു ഫിത്നയാണ് മസീഹുദ്ദജ്ജാൽ. തിരുനബി പറഞ്ഞു, ഈ ഭൂമിയിൽ കടന്നു വന്ന എല്ലാ നബിമാരും എല്ലാ അമ്പിയാക്കളും അവരുടെ ജനതയെ ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് ബോധവൽക്കരിച്ചിട്ടുണ്ട്. നമ്മൾ നമസ്കാരത്തിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയമായി നരകശിക്ഷയിൽ നിന്ന്, അതേപോലെ ഖബർ ശിക്ഷയിൽ നിന്ന്, അതേപോലെ ഖബറിലെ ഫിത്നകളിൽ നിന്ന് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്നൊരു വിഷയമാണ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത്. കാരണം ദൃഢമായ വിശ്വാസവും ബോധ്യവുമില്ലാത്ത ആളുകൾ ദജ്ജാലിൻ്റെ ഫിത്നകളിൽ പെട്ടുപോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തിട്ടുണ്ട്. കാരണം ഒരാളുടെ ദുനിയാവിലെ ഫിത്നയാണ് ദജ്ജാലിൻ്റെ ഫിത്ന. ആ പരീക്ഷയിൽ വിജയിക്കുന്നവൻ പരലോകത്ത് രക്ഷപ്പെടും. ദജ്ജാലിൻ്റെ ഫിത്നയിൽ അകപ്പെടുന്നവൻ പരലോകത്തും അയാൾ ആ ഫിത്നയിൽ നരകത്തിൽ ചെന്ന് പതിക്കും എന്നുള്ളതുകൊണ്ടാണ് അതിഗൗരവമായ ഫിത്നയായി അതിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ദജ്ജൽ, മസീഹുദ്ദജ്ജാൽ അല്ലേ, മസീഹു ദജ്ജാൽ എന്ന് ദജ്ജാലിനെ പറ്റി ഹദീസിലും ഹദീസിലൊക്കെ പ്രയോഗിച്ച പദം അങ്ങനെയാണ്. പല അടയാളങ്ങളും ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവൻ്റെ 2 കണ്ണുകൾക്കിടയിൽ കാഫിർ, ഖഫറ എന്ന പദം എഴുതി വച്ചിട്ടുണ്ടാകും എന്ന് ഹദീസിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു കണ്ണാണ് ദജ്ജാലിനുണ്ടാവുക. ദജ്ജാൽ മനുഷ്യകുലത്തിൽപ്പെട്ട ആളു തന്നെയാണ്. ഖുറാസാനിൽ നിന്നാണ് അവൻ പുറപ്പെടുക. മക്കയിലേക്കും മദീനയിലേക്കും ദജ്ജാലിന് പ്രവേശനമുണ്ടാകില്ല. ഭൂമിയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പല അത്ഭുത പ്രവർത്തികളും കാണിച്ചുകൊണ്ട് പല മനുഷ്യരെയും അവൻ്റെ ഫിത്നയിൽ അകപ്പെട്ടുകൊണ്ട് അവൻ്റെ കൂടെ ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കും. 40 ദിവസം കൊണ്ട് ഭൂമിയുടെ കിഴക്കുന്ന് പടിഞ്ഞാറ് വരെ ദജ്ജാൽ സഞ്ചരിക്കും എന്നെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിശ്വാസി ഒരു പക്ഷേ തൻ്റെ ഭാര്യയെ ചിലപ്പോൾ കെട്ടിയിടുമെന്നുവരെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ വ ഫിത്നത്തിൽ മമാത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി. ഇങ്ങനൊരു പ്രാർത്ഥനയും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരത്തിൻ്റെ അവസാന ഇരുത്തത്തിൽ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഏതായാലും ഒരാളുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷിതത്വത്തിൻ്റെ വഴികൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച വിഷയങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചിലർക്ക് നിസാരമായി തോന്നും, സൂറത്തുൽ കഹ്ഫിലെ 10 വചനം പഠിച്ച അതുകൊണ്ട് ഇപ്പോൾ ദജ്ജാൽ ഈ വലിയ ഫിത്തനകൾ നടത്തുന്ന ദജ്ജാലിൻ്റെ ഫിത്തന രക്ഷപ്പെടുമോ? അതൊക്കെ ഒരു കേവലമായ മനുഷ്യരുടെ പരിമിതമായ ചിന്തകളുടെയും ബുദ്ധികളുടെയും ഇടയിൽ നിന്നുള്ള കുതർക്കത്തിൻ്റെ ചോദ്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ? മൻ ഹഫിള അശ്റ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 വചനങ്ങൾ ഒരാൾ മനഃപ്പാടമാക്കിയാൽ അത് ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന്, പരീക്ഷണത്തിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്, സംരക്ഷണമാണ്
എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അത് സുരക്ഷിതത്വമാണ്, സംരക്ഷണമാണ്. പ്രാർത്ഥനകളും ദിക്റുകളും അള്ളാഹുവിൽ നിന്ന് വിശ്വാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിൻ്റെ അടയാളമാണ്. രാവിലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം തുടങ്ങിയ പല ദിക്റുകളും പ്രാർത്ഥനകളും നിത്യജീവിതത്തിൽ ചൊല്ലാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മനുഷ്യ കുലത്തിലെ അന്ത്യദിനത്തിൻ്റെ മുമ്പുള്ള വലിയ വലിയ ഫിത്തനകളിൽ ഒരു ഫിത്തനയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം പഠിപ്പിച്ച ഈ ദജ്ജാലിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. മിമ്പറുകളിൽ ദജ്ജാലിനെക്കുറിച്ച് പറയപ്പെടുന്നൊരു കാലം ഇല്ലാതായാകുമ്പോൾ ദജ്ജാൽ പുറപ്പെടുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ദജ്ജാലിൻ്റെ ഫിത്തനകളിൽ നിന്നും അതുപോലെയുള്ള എല്ലാ ഫിത്തനകളിൽ നിന്നും രക്ഷപ്പെടാൻ റഹ്മാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച സംരക്ഷണത്തിനുള്ള, സുരക്ഷിതത്വത്തിനുള്ള ഈ പ്രാർത്ഥനകളും ദിക്റുകളും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും എല്ലാവരും ശ്രദ്ധിക്കുക. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.